കേസ് കൊടുത്തു എന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ അറിവ് പഠിപ്പിച്ചു കൊടുക്കുന്നു. നിങ്ങളെ കോളത്തിൽ സിറാജിലായിരിയത് വണ്ടി ചെക്ക് വന്നാല് ശതമാനം പലിശയും കൂടി ചോദിക്കണം. തരുന്നില്ലെങ്കിൽ, പറഞ്ഞ ഡേറ്റിന് പണം തരില്ലെങ്കിൽ ക്രിമിനൽ കേസ് കൊടുക്കണം. നിങ്ങളാ ഞങ്ങളെ കുറിച്ച് പരിശീലന ആളുകൾ ഇത് പറയുന്നത്? നിങ്ങൾക്ക് എന്താ അത് പറയാൻ അവകാശമുള്ളത്? നിങ്ങൾക്ക് എന്താ അത് പറയാൻ അർഹതയുള്ളത്? കുളിച്ചിട്ടല്ലേ നിൽക്കുന്നത് നിങ്ങൾ? പലിശയിൽ മുങ്ങിക്കുളിച്ച് ആകെ കൂടി ബേജാറായിട്ടല്ലേ നിങ്ങൾ നിൽക്കുന്നത്? അപ്പോ നിങ്ങളുടെ പ്രസിദ്ധീകരണത്തിൽ തന്നെ നമ്മൾ മുമ്പതൊക്കെ വായിച്ചതാണ് സുഹൃത്തുക്കളെ, ഇനി നിങ്ങൾ വായിപ്പിക്കണ്ട. എന്താണെന്നറിയോ? വിഘടിത വട്ടിപ്പലിശ. വിഘടിത വട്ടിപ്പലിശ എത്ര? കോടിക്കണക്കിന് രൂപയുടെ വട്ടിപ്പലിശയുടെ കണക്ക് പുസ്തകത്തിൽ കാണുന്ന പേരുകളും നമ്പറുകളും സൂചിപ്പിക്കുന്നത് കോട്ടക്കൽ പഞ്ചായത്തിലെ ഠാവട്ടത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല ആ ചങ്ങലക്കണ്ണികൾ എന്നതാണ്. ഇന്ത്യനൂർ, കുരിയാട്ട്, ചാപ്പനങ്ങാടി, കോഴിക്കോട് മാവൂർ റോഡ്, കോണോമ്പാറ, ചെമ്മാട് എന്നിങ്ങനെ വിശാലമായി കിടക്കുന്നതാണ് ഈ ശപിക്കപ്പെട്ട പലിശയുടെ കണ്ണികൾ. സുന്നത്ത് ജമാഅത്തിന്റെ വീറും വാശിയും പറഞ്ഞ് സുന്നി എന്ന് കേട്ടാൽ അഭിമാനപൂരിതമാവണം നിന്നന്തരംഗം എന്ന് പാടി വയലാറിനെ പോലും പിന്നിലാക്കുന്ന വിഘടിത പാളയത്തിലെ കണ്ണികളാണ് ഇതിന്റെ പിന്നിലെന്നറിയുമ്പോഴാണ് കണ്ണിയെത്തുന്ന ആരിഫിന്റെ പ്രാർത്ഥനയ്ക്ക് ഇത്രയും കാഠിന്യമോ എന്ന് തോന്നിപ്പോകുന്നത്. അങ്ങനെ പറഞ്ഞിട്ട് ഇതെവിടെയൊക്കെ ഇത് ചെന്നെത്തുന്നു എന്ന് വിശദമായി തന്നെ പറയുന്നുണ്ട്. ഈ കാര്യത്തിൽ ആരൊക്കെ കണ്ണികളാണ് എന്നതും അതിൽ തന്നെ വിശദമായി പറയുന്നുണ്ട്. ഇനിയൊക്കെ നിങ്ങൾക്ക് കേൾക്കണോ? നിങ്ങൾ ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കുകയാണ് കേട്ടോ. കേട്ടോളൂ, നിങ്ങളുടെ ആരാണ് പലിശ വാങ്ങുന്നത് എന്ന്, ആരാണ് ജൂദായിസത്തിന്റെ വക്താവ് എന്ന്, ആരാണ് ജൂദായിസത്തിന്റെ വക്താവ് എന്ന് നിങ്ങളുടെ കക്ഷിയിലെ നിങ്ങൾ സുന്നികളല്ലേ? നിങ്ങൾ പറയുന്നത് എന്താണ്? ഞങ്ങൾ ഞങ്ങളൊക്കെ ഒന്നാണ്, ഞങ്ങൾ തമ്മിൽ ആശയപരമായിട്ടൊരു വ്യത്യാസമില്ല എന്ന് നിങ്ങൾ എത്രയോ സ്ഥലത്ത് എഴുതിയിട്ടില്ലേ? അതാ നിങ്ങളുടെ കക്ഷികളിൽപ്പെട്ട ഒരാൾ പറയുന്നു, അതാ അബ്ദുസ്സമദ് പൂക്കോട്ടൂർ